എന്താ പറയുക, സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്താമെന്നൊരു പഴമൊഴിയുണ്ട്. അപ്പോൾ അത് ഈ കാര്യത്തിൽ ചിലപ്പോൾ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഒരുപാട് സമയമെടുത്ത് കാച്ചിക്കുറുക്കി എഴുതിയൊരു സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ദൃശ്യം 4-നെയും 5-നെയും പറ്റിയൊക്കെ ചിന്തിച്ചാൽ മതി. ആൻ്റണി പെരുമ്പാവൂർ അത്ര എക്സൈറ്റഡ് ആയിട്ട് 4ഉം 5ഉം ഒക്കെ അനൗൺസ് ചെയ്തു. പക്ഷേ ഞാൻ ആലോചിക്കുന്നത് പ്രേക്ഷകർക്ക് ഇങ്ങനെ ചുമ്മാ പേരിന് ഇത് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഒന്നല്ലല്ലോ 10 ഭാഗം വരെ പോകാനായിട്ട്. അപ്പോൾ നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു പിൻബലത്തിൽ മാത്രം ദൃശ്യം 4നെ പറ്റി ആലോചിച്ചാൽ മതി. സമയം എടുത്തിട്ട് അത്ര ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ മാത്രം ചെയ്താൽ മതി. കാരണം ദൃശ്യം 2-ൽ തന്നെ അടിപൊളി എൻഡിങ് ആയിരുന്നു, നല്ലൊരു ഫിലോസഫിക്കൽ എൻഡിങ് ആയിരുന്നു. അപ്പോൾ അത് അവിടെ വെച്ച് തന്നെ നിർത്തിയാൽ മതിയായിരുന്നു. പക്ഷേ ഇത് വീണ്ടും ആ കേസ് റീഓപ്പൺ ചെയ്ത് അങ്ങനെ കുത്തിപ്പൊക്കി കൊണ്ടത്. പക്ഷേ ഇതിൻ്റെ എൻഡിങ് എനിക്ക് അത്ര വർക്കായിട്ടില്ല. അപ്പോൾ സെക്കൻഡിൽ തന്നെ നിർത്തിയാൽ മതിയായിരുന്നു എന്നൊരു ഫീൽ എനിക്കിപ്പോൾ ഉണ്ട്. അപ്പോൾ എൻ്റെ 3ൻ്റെ എൻഡിങ് എനിക്ക് അത്ര വർക്കായില്ല. പോലീസിനൊരു കൊട്ടുകൊടുക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അത് ഇതിലുണ്ടോ? പോലീസിനെ തന്നെയാണ് ഈ സിനിമയിലെ എല്ലാ പാർട്ടിയിലും പോലീസിൻ്റെ ഒരു വില്ലൻ കഥാപാത്രങ്ങളായിട്ട് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും ഒരു പോലീസുകാരന് ഇത് അങ്ങനെ തോന്നില്ല. കാരണം പോലീസുകാരുടെ ഭാഗത്തു നിന്ന് ആലോചിച്ച് അവർ നീതി നടപ്പാക്കുക, സത്യം തെളിയിക്കാൻ വേണ്ടി മാത്രമേ പോലീസുകാർ ശ്രമിച്ചിട്ടുള്ളൂ. അപ്പോൾ ചില സമയത്തൊക്കെ അവർ മണ്ടന്മാരായിട്ടൊക്കെ കാണിച്ചിട്ടുണ്ട്. അതായത് പാർട്ട് 1-ൽ സഹദേവ മണ്ടനായി പോയി, പാർട്ട് 2-ൽ നമ്മുടെ മുരളിഗോപി ചെയ്ത ക്യാരക്ടർ ഒരു മണ്ടനെ പോലെ ആയിപ്പോയി. അപ്പോൾ 3-ൽ വരുമ്പോൾ ആ ഒരു ജസ്റ്റിഫിക്കേഷൻ പോലീസിന് കിട്ടണമെന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇതിൽ അത്ര ഇമ്പാക്റ്റോട് കൂടി അത്ര കാണിച്ചിട്ടില്ല. ഇൻവെസ്റ്റിഗേഷൻ എന്നൊരു ഭാഗം 3rd പാർട്ടിൽ അത്ര എഫക്റ്റീവായിട്ട് ഇതിനകത്ത് വന്നിട്ടില്ല. അതാണ് ഈ സിനിമയ്ക്ക് പറ്റിയത്. ഓക്കെ, താങ്ക് യു.